ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് സദ്യയിൽ നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത പുളിയിഞ്ചിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 200 ഗ്രാം പുളി, അതായത് വാളംപുളി, കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തതിന് ശേഷം അതൊരു 4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി എടുക്കുമ്പോൾ നമ്മൾ അതുപോലെ നല്ല കളറുള്ള പുളി എടുക്കുകയാണെങ്കിൽ പുളിയിഞ്ചിക്ക് അതുപോലെ തന്നെ നല്ല കളറ് കിട്ടും. പിന്നെ അത് നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അരിച്ചിട്ട് എടുക്കുകയാണ് നല്ലത്. അതിൽ പുളിയുടെ നാരും അതുപോലെ തോടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ 4 കപ്പ് പുളിവെള്ളം എന്ന് പറയുമ്പോൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ 4 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത് 3 എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ കനം കുറച്ചിട്ട് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നീളത്തിലോ ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇതുപോലെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പുളിയിഞ്ചിയിൽ നമ്മൾ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കും. പക്ഷേ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് അതിന് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തണ്ട് കറിവേപ്പില. ഇനി ഇതിൻ്റെ കൂടെ ചിലരൊക്കെ പുളിയിഞ്ചിയിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്ര ഐറ്റംസാണ് എടുക്കാറുള്ളൂ. പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരയും വേണം. മധുരം നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും നല്ല മധുരമുള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടൊരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ പുളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയിൽ നിന്ന് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, അത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പുളി ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് അത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വറ്റി വരണം. അപ്പോൾ അതിന് അവിടെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ഇഞ്ചിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷം അത് കരിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇഞ്ചി നമ്മൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പുളി ഏകദേശം അതിൽ വെള്ളത്തിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ഇഞ്ചി പുളിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പുളി തിളപ്പിച്ചെടുക്കാൻ. അപ്പോഴാണ് പുളി നന്നായി വെന്ത് പുളിയിഞ്ചിക്ക് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വരും. പക്ഷേ പുളിയിഞ്ചിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഇഞ്ചിയൊക്കെ അതിൽ നന്നായി യോജിച്ച് നമ്മുടെ പുളിയിഞ്ചി ഏകദേശം പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ പച്ചമുളക് വഴറ്റണില്ല, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ മുൻപ് നമ്മളൊരു പുളിയിഞ്ചിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇഞ്ചി മാത്രമാണ് വഴറ്റണുള്ളൂ, പച്ചമുളക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് പുളിയിഞ്ചിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പച്ചമുളകും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയിൽ വല്ല കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം ചേർക്കുകയാണ് നല്ലത്. എന്നിട്ട് ശർക്കര അതിലൊന്ന് യോജിച്ച് വരുന്നവരെ വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുപോലെ കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് ഉള്ളത്. നമ്മളിത് ഇലയിൽ വിളമ്പി കഴിഞ്ഞാൽ ഒഴുകി പോകാൻ പാടില്ല.
ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവ എടുത്തിട്ട് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പുളിയിഞ്ചിയിൽ കായപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ കായപ്പൊടി ചേർക്കാറില്ല, ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ്. ഒന്നിക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിൽ കടുകും മുളകും വറുത്തിടുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഉലുവ പൊടിച്ച് ചേർക്കുമ്പോഴാണ് പുളിയിഞ്ചിക്ക് ആ ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടത് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം 2-3 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അത് നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ സദ്യ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പുളിയിഞ്ചി റെഡിയായി. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഓണത്തിനും വിഷുവിനൊക്കെ പുളിയിഞ്ചി ഉണ്ടാക്കാറ്. അത്യാവശ്യം എരിവും പുളിയും അതുപോലെ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചിയാണ്. ഇത് നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും നന്നാവുക ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം എടുക്കുമ്പോഴാണ്. അപ്പോഴാണ് ആ ഫ്ലേവേഴ്സൊക്കെ എല്ലാം അതിൽ നന്നായിട്ട് ഇറങ്ങി പുളിയിഞ്ചിക്ക് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ വെള്ളമയം ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ മതി. കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം, കേടൊന്നും വരില്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്